മുതിർന്ന ഒരാൾ, കേരളക്കാരെല്ലാം അറിയപ്പെടുന്ന ഒരാൾ, അദ്ദേഹം വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഭാര്യ അദ്ദേഹത്തിനോട് കുറച്ച് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ പഞ്ചസാര വളരെ കുറച്ചും കടുക് 1 കിലോ ഒക്കെ ഒന്നിച്ച്. അപ്പോൾ കടക്കാരൻ ചോദിച്ചു അത്ര എന്തിനാണ് ഇത്ര കടുക് എന്ന് ചോദിച്ചെന്നാണ്. അല്ല, എൻ്റെ വൈഫ് അങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് ഈ കാര്യം എത്തിയപ്പോൾ, സാധനം എത്തിയപ്പോൾ വൈഫ് തലയിൽ കൈ. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ വൈഫ് പറഞ്ഞു, അല്ല നിങ്ങളോട് പഞ്ചസാര 1 കിലോവും കടുക് 100 അല്ലേ വാങ്ങാൻ പറഞ്ഞത്, എന്നിട്ട് ഇത് വാങ്ങിയപ്പോൾ കടക്കാരൻ നിങ്ങളൊന്നും ചോദിച്ചില്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കടക്കാരൻ എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞത് കുട്ടികളടുത്ത് പുതിയ പുതിയ ഐഡിയാസുകൾ കണ്ടമാറുണ്ടാവും. അത് രക്ഷിതാക്കൾക്ക് അറിയില്ല. അപ്പോൾ അവർ കൂടെ പഠിക്കുമ്പോഴും ക്ലാസ് റൂമുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള വിവര സാങ്കേതിക വിദ്യ എന്നൊക്കെ അവർക്ക് മനസ്സിലാവും ഇങ്ങനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ 9ാം ക്ലാസ്സുകാരൻ ഫ്രഞ്ച് പഠിക്കാൻ അവന് താല്പര്യം ഉണ്ടായിരുന്നത് അവിടെ പോകാൻ, ജർമ്മൻ പഠിക്കണതിനാണല്ലോ. അപ്പോൾ ഇത് രക്ഷിതാക്കൾക്ക് അറിയില്ല. സ്വന്തം മക്കളോട് ഉപദേശിക്കുന്ന രൂപത്തിൽ അവർ രണ്ടുപേരും പറഞ്ഞു, മക്കൾ നിങ്ങൾ എന്താ വിചാരിച്ചേ, ആ ക്ലാസ്സിലിരിക്കണ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുന്ന അതിലൊരു 90% കുട്ടികൾക്കും ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ എടുക്കണം തന്നെ അറിയും. ഫസ്റ്റിൽ തന്നെ നിങ്ങളെ ഒന്ന് ഇതൊക്കെ കേട്ട് പ്രാപ്തരാക്കുക എന്നുള്ളത് വേണ്ടിയിട്ടാണ്. ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ എടുക്കും. ഡോൺ വരി, നിങ്ങളൊന്ന് ക്ഷമിക്കട്ടോ. ഇനി പിന്നെ അന്ന് ആശ്വാസത്തിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏതൊരു വിഷയത്തിലും നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. അത് ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിലും അതുണ്ടെങ്കിൽ നമുക്ക് വിജയം സാധ്യമാണ് എന്നുള്ളതാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൻ്റെ ചർച്ചയിൽ ടീച്ചറും ട്രെയിനറുമായ ഷമീം സൊലാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൊലാഹി, നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണത്. ഈ പുതിയ തലമുറ പെട്ടെന്ന് അനിശ്ചിതത്വത്തിലായി പോവുക. ഒരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ പഠനം മുടങ്ങി അവിടെയൊക്കെ നിരാശരായി പോകുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത് ഒരു ആത്മവിശ്വാസം എങ്ങനെ നേടിയെടുക്കാം, എന്തിനു വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇന്ന് ഏറ്റവും മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് സെൽഫ് കോൺഫിഡൻസ് ട്രെയിനിങ്ങുകൾ. അതെ. അപ്പോൾ നമ്മളവിടെയൊക്കെ തന്നെ പല ടീമുകളും ഇപ്പോൾ സ്റ്റാഫ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസിന് വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് പിന്നെ ഈ +2 ഒക്കെ കഴിഞ്ഞ് മറ്റു പല മേഖലയിൽ കൂടെ ഈ ട്രഡീഷണൽ കോഴ്സിനല്ലാതെ പിന്നെ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് പോകുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ പിന്നെ പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ സെഷനുകൾ വേണ്ടിയിട്ട് സമയം ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ധൈര്യമില്ല, ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. അതാവട്ടെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു 2026 എനിക്ക് തോന്നുന്നത് ഒരു 16-17 സെഷനുകൾ ഈ ഒരു മേഖല സെൽഫ് കോൺഫിഡൻസ് എന്ന ഒരു ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കൊടുത്ത് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്യൽ. എവിടെ നോക്കിയാലും നിങ്ങൾ പറഞ്ഞ പോലെ ആത്മവിശ്വാസം എന്നത് ഒരു നെടുന്തൂണാണ്. അതെ അല്ലേ? ഒരു മനുഷ്യനായി നിലനിർത്തുന്നതിൽ, വിജയങ്ങൾ നേടാൻ പ്രാപ്തരാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായൊരു ക്വാളിറ്റിയാണ്, ഒരു സ്കില്ലാണ് സെൽഫ് കോൺഫിഡൻസ്. ഏതിനെയും ആത്മധൈര്യത്തോട് കൂടിയിട്ട് നേരിടാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അത് യുവതലമുറക്കും വിദ്യാർത്ഥികൾക്കും കുറവാണോ എന്ന് സംശയിക്കപ്പെടുന്നു. തീർത്ത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും എവിടെയൊക്കെ ചെറിയൊരു തട്ടലും മുട്ടലൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യണം, അത് വേണമെന്നുള്ളതാണ്. അപ്പോൾ വിജയത്തിന് വേണ്ട ചേരുവകളിൽ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. അതെ അല്ലേ? സെൽഫ് കോൺഫിഡൻസ് എന്നത് കേവലം 1-2 ദിവസങ്ങൾ കൊണ്ടോ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തത് കൊണ്ടോ നേടാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല എന്നതാണ് ആദ്യം നമുക്ക് ഉണർത്താനുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കാര്യത്തിന് ധൈര്യമായിട്ട് നേരിടുക എന്നുള്ളതാണ് ആത്മവിശ്വാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലേ? ഒരു കാര്യം അത് ഏറ്റവും ഭംഗിയായി ഏത് രൂപത്തിലാണോ അത് ഏറ്റവും സൂപ്പറാക്കാൻ പറ്റുക, ആ രൂപത്തിലേക്ക് അതാക്കി മാറ്റുക എന്നുള്ളതാണ് ആത്മവിശ്വാസം. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് പഠനം എന്നത്. ഒരു സ്റ്റുഡൻ്റ്, ഒരു വിദ്യാർത്ഥി എന്നുള്ളത്, ആ പഠനം അവൻ്റെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ച്, സമയം ഉപയോഗിച്ച്, ടെക്നിക്കുകൾ ഉപയോഗിച്ച് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നതാണ് അവൻ്റെ ആത്മവിശ്വാസം. ആസ് എ ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ മുന്നിലെത്തുന്ന മക്കളെ, വിദ്യാർത്ഥികളെ ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ പ്രാപ്തരാക്കുക. മാർക്കിനപ്പുറം, ബിയോണ്ട് ദ സിലബസുകൾക്ക് അപ്പുറമുള്ള അവരുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ മേഖലയിലും
ഇപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിൽ ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്നായി നിർവഹിക്കുക. അത് മക്കളോടാണെങ്കിലും ഭർത്താവിനോടാണ്, വീട്ടിലെ മറ്റു അംഗങ്ങളോടാണ്. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ തൻ്റെ ഭാര്യയോട്, മക്കളോട്, വീട്ടിലെ മറ്റു അംഗങ്ങളോട് ആ വീടിൻ്റെ കാര്യങ്ങൾ, അയാളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി, ഏറ്റവും സുന്ദരമായി, ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുമ്പോഴാണ് അയാൾ ഒരു ആത്മവിശ്വാസമുള്ള ആളായി മാറുക. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താൻ നടത്തുന്ന ബിസിനസ് അത് ഏറ്റവും വിജയിക്കുന്ന രൂപത്തിൽ, എവിടെയെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് അതിനെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഓരോ ദിവസവുമുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ആത്മവിശ്വാസം എന്നുള്ളത് ഓരോരുത്തർക്കും മനസ്സിലായി. ഇത് കേൾക്കുന്ന, ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പം അതുണ്ടാക്കാൻ എങ്ങനെയൊക്കെയാണ് അല്ലേ ആലോചിച്ചൊക്കെ നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം അതെന്താണ് ഈ രൂപത്തിൽ നിലനിൽക്കാനല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിൽ അല്ലേ, മാനസിക ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടതാണ്. ശരീരത്തിന് നല്ല ഭക്ഷണം വേണം എന്നതുപോലെ മാനസിക ആരോഗ്യം നല്ല രൂപത്തിൽ നിലനിൽക്കാൻ ഒരാൾക്ക് വേണ്ടതാണ് എന്ത്? സിക്കത്തുൻ നഫ്സ് എന്ന അറബിയിൽ പറയുന്ന, സെൽഫ് കോൺഫിഡൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരിക്കൽ ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ സൗദിയിൽ ചെന്നപ്പോൾ അവിടുന്ന് പരിചയപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലല്ല, മറ്റൊരു നാട്ടിലുള്ള ആളാണ്. അപ്പോൾ അയാളുമായി ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അയാൾ ഒരു വിസ, എന്തൊരു ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വിസയുമായി വന്നതായിരുന്നു. അവസാനം സൗദിയിലെത്തി ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ആ കമ്പനിക്ക് അയാളെ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അയാൾ അവിടുന്ന് പുറത്തു പോകുന്ന സമയത്ത് പിന്നെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം അയാൾക്കുണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, നാട്ടിൽ അയാൾക്ക് ചെറിയ ഒരു മീൻ വിൽപ്പനയായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറയണം, നാട്ടിൽ ഒരു സൈക്കിളിൽ മീൻ വെച്ച് പോകുന്നൊരു ജോലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു സുഹൃത്ത് വഴിയൊരു വിസ ശരിയായപ്പോൾ അങ്ങനെ വന്നതായിരുന്നു. പക്ഷേ എനിക്ക് ആ ജോലി ശരിയായില്ല, ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നം. 2 ദിവസം റൂമിൽ ആലോചിച്ചിരുന്നു. 3-ാമത്തെ ദിവസം ഇയാൾ മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ അയാൾക്ക് അന്ന് 1200 റിയാലാണ് സാലറി പറഞ്ഞിട്ടുണ്ടായത്. അന്ന് നല്ല സാലറിയാണ്, പക്ഷേ അത് നഷ്ടപ്പെട്ടല്ലോ. ഇനി എന്തു ചെയ്യും, വീട്ടിലെ കുടുംബം, നാട് ഇതൊക്കെ ആലോചിച്ചപ്പോൾ തിരിച്ചു പോകാൻ തോന്നിയില്ല. അങ്ങനെ അയാൾ മാർക്കറ്റിൽ പോയി അവിടെ ജോലി അന്വേഷിച്ചു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കുറച്ച് പൈസ കടം വാങ്ങി അയാൾ പിന്നെ എന്ത് ചെയ്തു, അവിടെ ഒരു ചെറിയ മീൻ കട തുടങ്ങി. ഇന്ന് അയാൾക്ക് വലിയ ഒരു മീൻ ഷോപ്പുണ്ട്. അയാളിപ്പോൾ നാട്ടിലുള്ളത്, ഞാനിടയ്ക്ക് കാണാറുണ്ട്. നാട്ടിൽ ഒരുപാട് ബിൽഡിങ്ങുകളും ആ കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ വർഷത്തിൽ 1-2 പ്രാവശ്യം ഇപ്പോഴും അവിടെ പോവും, വിസ പുതുക്കാനും. അതുപോലത്തെ ആ കച്ചവടം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനന്ന് നിരാശനായി മടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ഉണ്ടാവില്ല. എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് എനിക്കറിയാവുന്നൊരു തൊഴിൽ ഞാൻ നാട്ടിൽ ചെയ്തത്, അത് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഞാനത് നടപ്പിലാക്കി. അതുകൊണ്ട് എനിക്ക് വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിച്ചു, അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ സാധിച്ചു എന്നയാൾ പറയാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അത് ഓർത്തതാണ്. കാരണം നമുക്കുള്ളൊരു ആത്മവിശ്വാസമാണ് എന്ത്, നഷ്ടപ്പെടുത്തി പോന്നാൽ എന്തായാലും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ തന്നെ നിന്ന് കഷ്ടപ്പെട്ട് അയാൾ എന്ത് ചെയ്തു, നിരന്തരമുള്ള പരിശ്രമത്തിൽ അയാൾക്ക് നല്ലൊരു അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത്. ആ കരുത്ത് എന്താണ്? ആത്മവിശ്വാസമാണ്. അതെ, ഈ ജീവിത വിജയത്തിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ, വിജയത്തിന് വേണ്ട ഒരുപാട് ചേരുവകൾ കൂടി ചേരുമ്പോഴാണ് വിജയങ്ങൾ ഉണ്ടാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മവിശ്വാസം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കാണുന്ന ഏതൊരാളുകളും ഉയരങ്ങളെ, അത് മതപണ്ഡിതന്മാരാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കും, വ്യത്യസ്തരായ ഒരുപാട് പണ്ഡിതന്മാരുടെ ജീവചരിത്രം നമ്മളെ വായിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് നേരിട്ട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം അല്ലേ. അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതത്തിൽ ആ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് പോരാടിയ ചരിത്രങ്ങളാണ് നമുക്ക് എന്നും അയവർക്കാറുള്ളത്. അതുപോലെ തന്നെ മലയാളക്കരയിലുള്ള ഒരുപാട് പണ്ഡിതന്മാരാവട്ടെ, നേതാക്കന്മാരാവട്ടെ. അപ്പോൾ ഞാൻ വായിച്ചൊരു പുസ്തകം, നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്നത്. വീഗാർഡ് എന്ന് പറയുന്ന എല്ലാ സാധനത്തിൻ്റെയും ഒരു സ്റ്റെബിലൈസർ എന്നുള്ള ഒരു സംരംഭം പ്രചാരമാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ, അദ്ദേഹത്തിൻ്റെ ചില ലളിതമായൊരു സംസാരം ഇങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാനത് തൊട്ടടുത്തൊരു ദിവസം ഇങ്ങനെ കോഴിക്കോട് പോയ സമയത്ത് ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് ആ പുസ്തകം ഞാൻ വായിച്ചു. പ്രാക്ടിക്കൽ വിസ്ഡം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിൻ്റെ തുടക്കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം ഇന്ന് വീഗാർഡ്, അതുപോലെ വീഗാലാൻഡ് പോലെയുള്ള വ്യത്യസ്തമായ പ്രോജക്റ്റുകളുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്നെല്ലാം ഒരു വിഹിതം
ഈ കമ്മ്യൂണിറ്റി സൊസൈറ്റിയിലെ വ്യത്യസ്തമായ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ടെന്നുള്ളതാണ്. ഒക്കെ പോട്ടെ, നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ടൗണിൽ ഒരു ദിവസം സൈക്കിൾ ചവിട്ടി പിന്നെ ഒരാഴ്ചയിൽ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഇപ്പോൾ 4 അല്ലെങ്കിൽ 5 സ്റ്റെബിലൈസറൊക്കെ അദ്ദേഹം ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കും, കൈ കൊണ്ട് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് വരികയാണ്. എന്നിട്ട് ടൗണിൽ ഓരോ കടയിലും പോയിട്ട് ഇങ്ങനെ പറയും, ആരും വാങ്ങൂല. അവസാനം ഇത് ഉണ്ടാക്കിയല്ലോ, അപ്പോൾ വിറ്റ് പോയിട്ട് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 5 കടയിൽ ഓരോന്ന് കൊടുത്തു, വിറ്റ് പോയ 3 കട മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ 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 ഒരു അദ്ദേഹം പറയണത് വെച്ചാൽ അന്ന് ഇത് ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതെ, അത് ഉണ്ടാക്കിയിട്ട് കടയിലെത്തിയപ്പോൾ എൻ്റെ ആത്മവിശ്വാസമൊക്കെ ചോർന്നു പോയി. പക്ഷേ ഞാൻ അവിടെ വിട്ടില്ല. ആകെ 5 ഉണ്ടാക്കിയത് 5 കടയിൽ കൊടുത്തു. അതിൽ 3 കടയിൽ വിറ്റുപോയി. അവർ വീണ്ടും ഉണ്ടോയെന്ന് ചോദിച്ചു. വിറ്റു പോകാത്ത കടയിൽ നിന്ന് ആ 2 എടുത്തിട്ട് 3 ഒരു കടയിൽ കൊടുത്തു. ബാക്കിയുള്ള ഓരോ കടയിൽ വീണ്ടും 2 വെച്ച് കൊടുത്തു. അങ്ങനെ ആ 5 പിന്നെ 10 അങ്ങനെ അങ്ങനെ കൂട്ടി. സൈക്കിളിൽ പോകുന്ന അവസാനം ചവിട്ടി പോകുന്ന ആ മോട്ടോർ ബൈക്ക് ഉണ്ടല്ലോ, ലൂണ എന്നൊക്കെ പറയുന്നത്, അതാക്കി. പിന്നെ അവസാനം ഒരു വേറെ സാധാ മോട്ടോർ സൈക്കിൾ വാങ്ങി. അവിടെ നിന്ന് അങ്ങനെ പോരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഞാൻ നേടിയിട്ടുള്ള ഈ നേട്ടങ്ങളെല്ലാം എന്നുള്ളത്. ഇതൊരു വീഗാർഡിൻ്റെ മാത്രം ചരിത്രമല്ല, വിജയകഥയല്ല, അല്ലേ? ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നേരിടുന്ന ആളുകൾക്കാണ് ഏതൊരു കാര്യവും ഭംഗിയാക്കാൻ, വിജയിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയും അതുപോലെ തന്നെ ശ്രമങ്ങളിലൂടെയും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരാൾ ആത്മവിശ്വാസമുള്ള ആൾക്കാരായി മാറുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ലോകത്ത് പല ഉയർന്ന പ്രഭാഷകരായ ആളുകളുണ്ട്, അല്ലേ? പല മേഖലയിൽ, മത മേഖലയിലുണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത കോമൺ രാഷ്ട്രീയ മേഖലയിലൊക്കെ ഉണ്ട്. അവരൊക്കെ പലപ്പോഴും അവരുടെ ഒരു ഫസ്റ്റ് അനുഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പം ഈ അന്നത്തെ അനുഭവം അദ്ദേഹമൊക്കെ ഷെയർ ചെയ്തത് വിറക്കുന്ന കൈകളോട് കൂടിയിട്ട്, ആൾക്കാരെ കണ്ണിലേക്ക് നോക്കാൻ പറ്റാതെ ബാക്കിലേക്ക് മാത്രം നോക്കി, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടൊക്കെ പറഞ്ഞ് പരിശീലിച്ച ആൾക്കാരാണ്. പക്ഷെ അന്നും ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ പേരിലാണ് ഇന്ന് ഈ രൂപത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അബ്രഹാം ലിങ്കനൊക്കെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ അദ്ദേഹം മരങ്ങളോട് പോയി സംസാരിച്ചിരുന്നു, കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി. ഈ രൂപത്തിലാണ് ഇത് നിരന്തരം പരിശ്രമിച്ചതിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ട ഓരോ ഘട്ടങ്ങൾ എന്ത് ചെയ്യണം, പിന്മാറാതെ ധൈര്യമായിട്ട് നേരിടുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ രക്ഷിതാക്കളോട് നമുക്കിവിടെ ഒന്ന് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം, തങ്ങളുടെ മക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് രക്ഷിതാക്കൾക്കുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെ സാധിക്കുക? നമ്മൾ മറ്റേ മൃഗങ്ങളെയൊക്കെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ, അല്ലേ, ഇപ്പോൾ ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു കോഴി, അല്ലേ, ഈ കോഴി മുട്ടയിൽ നിന്നും കുട്ടികളെ വിരിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസം അതിൻ്റെ ഭക്ഷണം പോലും മാറ്റി വെച്ചിട്ടില്ലേ. ചില ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഒട്ടും പുറത്തിറങ്ങൂല, അത്ര അടയിരുന്നിട്ട് കിടന്നത്, അത്രയും സ്നേഹമാണ് ആ കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ, വിരിഞ്ഞു വരാൻ എന്നുള്ളതാണ്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് വന്ന് അവയെന്ത് ചെയ്യാണ്, ആദ്യം തന്നെ സ്വയം പര്യാപ്തരാക്കണം എന്നുള്ളതാണ്. ഈ തള്ളക്കോഴി കൊത്തി ഇങ്ങനെ പെറുക്കി കൊടുക്കും, ചെനക്കിയിട്ട് കൊടുക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങളിങ്ങനെ വന്ന് ഇങ്ങനെ 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 കൊത്തി തിന്നും. വീണ്ടും അത് കഴിഞ്ഞാൽ വീണ്ടും മാന്തി കൊടുക്കണം. ഇതിങ്ങനെ പരിശീലിപ്പിക്കണം. പിന്നീട് എന്ത് ചെയ്യാണ്, ഇവയൊക്കെ സ്വന്തമായി കൊത്തിപ്പറക്കും. പിന്നെ കോഴി അവിടെ നിന്ന് കൊടുക്കും, കുട്ടികൾ ചികഞ്ഞ് മാന്തി അവ ഭക്ഷണം കണ്ടെത്തുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഒരല്പം വലുതായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അറിയോ, ഈ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ മണ്ടൊക്കെ കുത്തുക, തലക്കാണ് എന്ത് ചെയ്യുക, കുത്തുക. ആ കൊത്ത് കിട്ടുന്നതോടുകൂടി പിന്നെ അകന്നു പോകും. ആ കോഴിക്കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ ചെയ്യണത്, മറിച്ച് എന്താ, നിങ്ങളൊക്കെ സ്വയം പര്യാപ്തരായിട്ടുണ്ട്, അല്ലേ? ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഫുഡ് എന്നുള്ളത്. നമ്മൾ മനുഷ്യരുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആട്ടൊന്നും വേണ്ട, മറിച്ച് എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. ഇതിന് നമ്മളേറ്റവും ഉദാഹരണം പറയാറുള്ളത് എന്തറിയോ, ഈ കോഴികളുടെ കഥ തന്നെ പറയുള്ളൂ. നമ്മൾ ചിക്കൻ സ്റ്റാളിൽ പോകുന്നൊരു കോഴി, നിങ്ങൾ ആലോചിക്കും, ഒരു ബോക്സിൽ 10-20 കോഴികളെ നിറച്ചിട്ടാണ് കൊണ്ടുവരിക. അത് കൊണ്ടുവന്ന് തൂക്കുന്നു, അവിടെ വെക്കുന്നു. 1-2 കോഴി ചിലപ്പോൾ എന്ത് ചെയ്യും, തല ഒന്ന് പൊന്തിച്ച് വെക്കും. അതാ കടക്കാരൻ തല താഴ്ത്തിച്ച് പിന്നെ അങ്ങനെ തന്നെ ഇരിക്കണം. അതെങ്ങാനും ഒരു നാടൻ കോഴിയാണെങ്കിലും ഒരു ഓപ്പൺ ബോക്സിൽ ഒരിക്കലും കൊണ്ടുവരാൻ കഴിയില്ല, കാരണം അപ്പോഴേക്കും അത് ഓടി. ഇനി അഥവാ അങ്ങനെ അവിടെ എങ്ങാനും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴി അവിടെ കിട്ടൂല എന്നുള്ളത്. ഈ രൂപത്തിലാണ് നമ്മളിങ്ങനെ നമ്മുടെ കീഴിൽ ഇങ്ങനെ തൊടാനും പിടിക്കാനും എല്ലാത്തിനും നമ്മൾ അവരോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിലും രക്ഷിതാക്കൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ
ഈ ചിക്കൻ കടയിൽ നമ്മൾ കൊണ്ടുവരുന്ന പറയാറുണ്ട് ഒരു ബ്രോയിലർ നാടൻ ചിക്കൻ അതെ കോഴിയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ പ്രായത്തിനനുസരിച്ച് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ മക്കളെ ഏൽപ്പിക്കണം, മക്കളെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളതാണ്. അത് ഒരു പൂമ്പാറ്റ വിരിഞ്ഞു വരുമ്പോഴുള്ളൊരു കഥ അതെ അതെ. പറയാറുണ്ട്. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ആ പോള പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചിറകുകൾ കൊണ്ട് ഇങ്ങനെ അടിക്കുന്ന അപ്പോൾ അത് നോക്കിക്കണ ഒരു കുട്ടി എന്ത് ചെയ്തു, അതിൻ്റെ പ്രയാസം കണ്ടിട്ട് ആ പോള ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ തലക്ഷണം എന്ത് ചെയ്തു, അത് താഴേക്ക് വീണ് ചത്തുപോയി എന്നാണ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഈ അടിക്കുന്നത് എന്തിനാണ്, ഇതിൻ്റെ ചിറകിട്ട് അടിക്കുന്നത് അതിന് പറക്കാനുള്ള കഴിവാണ്, അതിനെ ബലം ഉണ്ടാക്കണം. അപ്പോൾ അതുപോലെ മക്കളെ എന്ത് ചെയ്യണം, ഒരു സ്വയം പര്യാപ്തരാക്കി മാറ്റുക എന്നുള്ളത് എല്ലായിടത്തും ഇപ്പോഴും ചില ഉമ്മമാരൊക്കെ പറയുന്നുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ടും ആ കുട്ടികൾ എല്ലാ കാര്യവും എന്ത് ചെയ്യണം, ഉമ്മ ചെയ്ത് കൊടുക്കണം. ഭക്ഷണം വരെ വാരി കൊടുക്കുന്നു, അയൺ ചെയ്ത് കൊടുക്കുന്നു, അലക്കി കൊടുക്കുന്നു. എന്നിട്ട് അവർ മറ്റൊരു വീട്ടിലേക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയാൽ അല്ലെങ്കിൽ വേറെ താമസമായാൽ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത എത്രയോ ആളുകൾ, കുട്ടികൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അങ്ങനത്തെ ഒരു നമ്മുടെ അവസ്ഥയുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ മക്കൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാം. അതെ അപ്പോൾ നമ്മുടെ മക്കളേക്ക് എന്ത് ചെയ്യണം? കടയിലേക്ക് പോകാൻ പരിശീലിപ്പിക്കണം നമ്മൾ. അതെ ആദ്യമൊക്കെ നമ്മളെ കൂടെ കൊണ്ടുപോകാം, അല്ലേ? നമ്മൾ വാങ്ങുന്നതൊക്കെ അവർക്ക് കാണിച്ചു കാണിച്ചു കൊടുക്കുക. കൊടുക്കുക. അവസാനം അവരെ മാത്രം വിടണം, അതെ അല്ലേ? ഇന്ന കാര്യങ്ങൾ പോയി വാങ്ങും. ചിലപ്പോൾ ആദ്യത്തിൽ എന്തുണ്ടാവും, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവില്ല ഉണ്ടാവുക. ആ സമയത്ത് തന്നെ രക്ഷിതാക്കൾ എന്താ ചെയ്യാറോ, എന്നെയൊക്കെ പറഞ്ഞയച്ചാൽ അന്നേ അറിയായിരുന്നു അതെ പറഞ്ഞിട്ട് അടച്ചാക്ഷേപം. അതെ 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 അവിടെ നമ്മൾ രക്ഷിതാക്കൾ ഒരു കുറച്ചൊരു അബദ്ധം ഉണ്ടാവും, അതെ, ചിലപ്പോൾ പലതും അബദ്ധങ്ങളുണ്ടാവും, ഉണ്ടാവും. തെറ്റുകളുണ്ടാവും. ഇപ്പോൾ രസകരമായിട്ട് പറയാറുള്ളത്, നമ്മളിവിടെയുള്ള ഏറ്റവും മുതിർന്ന ഒരാൾ, കേരളക്കാരെല്ലാം അറിയപ്പെടുന്ന ഒരാൾ, അദ്ദേഹം വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അതെ. അങ്ങനെ ഒരു പ്രാവശ്യം ഭാര്യ അദ്ദേഹത്തിനോട് കുറച്ച് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ പഞ്ചസാര വളരെ കുറച്ചും കടുക് 1 കിലോ ഒക്കെ ഒന്നിച്ച്. അപ്പോൾ കടക്കാരൻ ചോദിച്ചു അത്ര, എന്തിനാണ് ഇത്ര കടുക് എന്ന് ചോദിച്ചു എന്നാണ്. അല്ല, എൻ്റെ വൈഫ് അങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് ഈ കാര്യം എത്തിയപ്പോൾ, സാധനം എത്തിയപ്പോൾ വൈഫ് തലയിൽ കൈ. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ വൈഫ് പറഞ്ഞു, അല്ല, നിങ്ങളോട് പഞ്ചസാര 1 കിലോവും കടുക് 100 അല്ലേ വാങ്ങാൻ പറഞ്ഞത്, എന്നിട്ട് ഇത് വാങ്ങിയപ്പോൾ കടക്കാരൻ നിങ്ങളോടൊന്നും ചോദിച്ചില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞതരോ, കടക്കാരൻ എന്നോട് ചോദിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞത് വൈഫ് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, ഞാൻ വിചാരിച്ച പോലെ അച്ചാറോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനോ. അപ്പോൾ വൈഫ് ചിരിച്ചുകൊണ്ട് പറഞ്ഞത്രേ, ഒരു 4 വർഷത്തിനുള്ള കടുക് ഏതായാലും അച്ചാർ വരെ ഉണ്ടാക്കിയാലും ബാക്കിയാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച്, ഒട്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും പരിചയമായിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ വരും. ഇത് മുതിർന്ന ആളുകൾക്ക് വരെ വരും. ഇതൊരു ഈ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ അടുത്ത ദിവസം എൻ്റെ ചെറിയ മോനുണ്ട്, അവന് NCCയിൽ ഇത് കിട്ടിയപ്പോൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഇവനെ അറിയില്ല, ഹോസ്പിറ്റലിൽ പോയി എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കൂടെ കൊണ്ടുപോയി ഡോക്ടറെ അവിടുന്ന് ഷീട്ട് എടുക്കുന്നതും ഡോക്ടറെ കാണുന്നതും അങ്ങനെ അവിടുത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പോയി കണ്ടു പോന്നു. രണ്ടാമത്തെ ദിവസം പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇവൻ്റെ മുകളിലെ മോൻ എന്തായിട്ടുണ്ട്, അവന് പനിയായി. അപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം. അതുവരെ പേടിയൊന്നു, നിങ്ങളില്ലാതെ ഞാൻ പോരാ, അവിടെ എന്താ ചെയ്യാന്നാണ് അറിയില്ല. പോകാൻ പറ, ഞാൻ കൊണ്ടുപോകാനെ, എനിക്കറിയാം എവിടെ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു അതെ വലിയ അതെ അങ്ങനെയുള്ള അനുഭവങ്ങൾ കൊടുക്കണം. സ്വയം പര്യാപ്തരാക്കാൻ അതെ വേണ്ട അനുഭവങ്ങൾ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, മക്കൾക്ക് കൊടുക്കണം. പ്രായത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, മക്കൾ ആ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണെന്ന് അറിയോ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അപ്പോൾ അതെ നിങ്ങൾ ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ, കടയിലേക്ക് പോകുന്നത്, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ അവർ ഇടപഴകുന്നത്, അതുപോലെ ഓരോ കാര്യങ്ങൾ കണ്ടും നോക്കിയും മനസ്സിലാക്കുന്നത്, ഇതൊക്കെ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മളെ മക്കളെയൊക്കെ വിവാഹ സദസ്സുകളിലേക്ക് അവരെ കൊണ്ടുപോകണം, അതെ നമ്മളെ കൂട്ടുകാരൊക്കെ അവരെ പരിചയം, അതെ ഇതൊക്കെ അവരിൽ ആത്മവിശ്വാസം വളർത്താൻ. അതെ അതെ അതുപോലെ ഒരു മരണ വീട്ടിലേക്ക് നമ്മളെ മക്കളായിട്ട് നമ്മൾ പോകണം, അതെ അവിടെയുള്ള സംഭവങ്ങൾ അവർ കാണണം, അല്ലേ? ഇതൊക്കെ മക്കളിൽ എന്ത് ചെയ്യുന്ന അറിയോ, ആത്മവിശ്വാസം വളരാനുള്ള തീർച്ചയായും ഒരുപാട് കാര്യങ്ങളാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നീട് ആത്മവിശ്വാസം കുട്ടികളുടെ ചോർന്നു പോകുന്ന ഒരു ഘട്ടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനവുമായി ബന്ധപ്പെട്ട്, മാർക്കുമായി അതെ ബന്ധപ്പെട്ടാണ്, അതെ അല്ലേ? അതെ അതെന്താണ് എല്ലാ മാ- രക്ഷിതാക്കളുടെയും ആഗ്രഹം, തങ്ങളുടെ മക്കൾക്ക് ഏറ്റവും ഉന്നതമായ അതെ നല്ല മാർക്ക് മാർക്ക് ലഭിക്കണം എന്നതാണ്. പക്ഷേ നമ്മളെ കുട്ടികളുടെ ബുദ്ധിയുടെ ലെവൽ എന്താണെന്നോ, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് എന്താണെന്നോ ഇതൊന്നും രക്ഷിതാവിന് അറിയില്ല. എൻ്റെ കുട്ടി സൂപ്പർ ആവണം എന്ന ഒറ്റ താല്പര്യം, ഒറ്റ ആഗ്രഹം രക്ഷിതാവിനുണ്ടാവുള്ളൂ. അതെ അപ്പോൾ മാർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നിലാണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ആത്മവിശ്വാസവും കുട്ടിൻ്റെ ചോർന്നു പോകും. കാരണം എന്താ അറിയോ, ആ രൂപത്തിലാണ് ചില രക്ഷിതാക്കളെങ്കിലും മക്കളോട് പെരുമാറുള്ളത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ നിങ്ങളോട് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടാനുള്ളത്, പറയാനുള്ളത്, നമ്മുടെ മക്കളുടെ മാർക്ക് എന്ന് പറയുന്നത് അവർ ചെയ്ത പരിശ്രമത്തിൻ്റെ റിസൾട്ട് മാത്രമാണ്.
അത് ജീവിത വിജയത്തിനുള്ള ഒരു മാനദണ്ഡമാണെങ്കിലും അത് മാത്രമല്ല മാനദണ്ഡം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നുള്ളതാണ്. ജീവിതത്തിൽ വിജയങ്ങൾ നേടിയ മുഴുവൻ ആളുകളും അക്കാഡമിക് ലെവലിൽ പഠനരംഗത്ത് ഏറ്റവും മികച്ചു നിന്ന് നല്ല ഫുൾ ടൈം A+ വാങ്ങിയ ആളുകളൊന്നുമല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. പരമാവധി പരിശ്രമിക്കാനുള്ള, അതുപോലെ തന്നെ നന്നായിട്ട് എഫേർട്ട് എടുക്കാനുള്ള, നന്നായിട്ട് മാർക്ക് ലഭിക്കാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തണം. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഒരല്പം മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനും ശകാരിക്കാനും നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ വിജയിക്കേണ്ട ആത്മവിശ്വാസം പോലും ചോർന്നു പോവുകയും ഇല്ലാതായി പോവുകയും ചെയ്യുന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. അതെ, ഇത് പറഞ്ഞപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു നെഗറ്റീവായിട്ട് ആരും എടുക്കരുത്. കാരണം അങ്ങനെ ഉണ്ടാവും, ചില ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് അക്കാഡമിക് ലെവലിൽ ഉയരണ്ടെന്നോ അല്ലെങ്കിൽ മാർക്ക് വാങ്ങണ്ടെന്നല്ല. പക്ഷെ അങ്ങനെ ഒരുമിച്ച് പഠിച്ച 2 സുഹൃത്തുക്കളെ എനിക്കറിയാം. ഒരാൾ ഫുൾ A+, SLCയിൽ ഫുൾ A+ ആയിരുന്നു, +2ൽ ഫുൾ A+ ആയിരുന്നു. അങ്ങനത്തെ ഒരാൾ. അതേസമയം ജസ്റ്റ് പാസ്സായ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഈ ഫുൾ A+ ഉള്ള ആൾ, നല്ല ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ ജോലി അന്വേഷിച്ച് നടക്കണം. അതുവരെ അയാൾക്കൊരു ജോലി കണ്ടെത്താനായില്ല. അതേസമയം മറ്റേ ആൾ എന്ത് ചെയ്തു, ഏതായാലും മാർക്കും കാര്യങ്ങളും, അയാളൊരു ചെറിയ ബിസിനസ് തുടങ്ങി. അത് ആ കമ്പനി അങ്ങനെ വലുതായി വന്നു. യാദൃശ്ചികമായി ഇവർ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഇയാളൊരു കുറച്ച് നല്ലൊരു കാറിൽ വന്ന് ഇപ്പോൾ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ ജോലിയൊന്നും ആയിട്ടില്ല, ഇപ്പോഴും PSC എഴുതുന്നു, അതുപോലെ തന്നെ മറ്റുള്ള കമ്പനികളിൽ ജോലി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു നാളെ രാവിലെ ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞ് അയാളെ എന്ത് ചെയ്യുന്നു, പിറ്റേന്ന് ഇയാളെ കമ്പനിയിലേക്കാണ് ക്ഷണിച്ചത്. അവിടെ അയാളൊരു ജോലി കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ കമ്പനി ഉണ്ടാക്കിയ ആൾ പറയുന്നത്, ഞാൻ അന്നേ തീരുമാനിച്ചെന്ത്, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളിനി പഠനവും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പൈസ കടം വാങ്ങി ബിസിനസ് തുടങ്ങി. അതൊക്കെ വലിയൊരു നിലയിലെത്തി. ഈ കമ്പനിയുടെ പിന്നെ മാനേജറായി ഇയാൾക്ക് അവിടെ എന്ത് ചെയ്തു, ഒരു ജോബ് കൊടുത്തു. അപ്പോൾ നല്ല ഡിഗ്രിയും കാര്യമുള്ള ഒരാളെന്ത്, ഈ ഡിഗ്രി ഇല്ലാത്ത ഒരാളോട് അങ്ങനെയും സംഭവിക്കാം. ഞാൻ അത് ആദ്യം പറഞ്ഞത് നെഗറ്റീവ് ആരും വിചാരിക്കരുത്. കാരണം അങ്ങനത്തെ സാധ്യതകളുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കണ വെച്ചിട്ടാണ് വീണ്ടും അത് ആവർത്തിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ എന്തുണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ പഠനവും അതുപോലെ തന്നെ വലിയ മാർക്ക് മാത്രം നോക്കിയാൽ പോരാ, അവരുടെ ഒരു ആത്മവിശ്വാസം അല്ലേ. ഇപ്പോൾ എത്രയോ വലിയ മാർക്കുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അതെ, അപ്പോൾ ആത്മവിശ്വാസം ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ട കാര്യങ്ങളാണ് എന്ത്, തെറ്റുകളോട് നോ പറയാൻ നമ്മുടെ മക്കൾ പഠിക്കണമെന്നുള്ളത് അല്ലേ. ഒരു തെറ്റ് കാണുമ്പോൾ അതിന് കൂടെ കൂടേണ്ടവരല്ല, അവിടെ നോ പറയാൻ. അപ്പോൾ സൗഹൃദത്തിലുള്ള സുഹൃത്തുക്കളായ ആളുകളെല്ലാവരും ഒരു മോശമായൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് അല്ലേ. അവരൊരു ഇപ്പോൾ മദ്യപിക്കുന്ന ആൾക്കാരാണ്, അങ്ങനത്തെ ഒരു സംഘത്തിലാണ് എൻ്റെ ഫ്രണ്ട്സ് എങ്കിൽ അവർ മദ്യപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്, ഞാനും അത് ഉപയോഗിക്കട്ടെ, ഞാൻ മോശക്കാരനാവുന്നല്ല. അവിടെ അതിനോട് നോ പറയാൻ, എനിക്കിതിനൊരിക്കലും കഴിയില്ല, നിങ്ങളോട് ഇനി സഹകരിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് നോ പറഞ്ഞ് പോരാൻ എന്ത് ചെയ്യണം നമ്മുടെ മക്കൾ. അത് ആത്മവിശ്വാസം വളരെ വർദ്ധിക്കുന്നതാണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. കാരണം ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി അല്ലേ മദ്യപാനിയായവരും അഡിക്ഷനായ ആൾക്കാരെ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. ഭൂരിഭാഗം അങ്ങനെയാണ് അല്ലേ. എങ്ങനെ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫസ്റ്റ് ഡേ പറയാനുള്ളത് അന്ന് എൻ്റെ കൂട്ടുകാർ നിർബന്ധിച്ചതിൻ്റെ പേരിൽ, അവരോടൊരു നോ പറയാൻ പറ്റാത്തതിൻ്റെ പേരിൽ. അങ്ങനെയാണ് പല ആളുകൾ, ഭൂരിഭാഗം ആൾക്കാരും, പ്രത്യേകിച്ച് യുവാക്കൾ, വിദ്യാർത്ഥികളൊക്കെ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ആത്മവിശ്വാസം വർദ്ധിക്കാൻ വേണ്ടൊരു കാര്യം എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ, അത് ടെക്നോളജി ആവണമെന്നില്ല, ടെക്നോളജി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ആ പഠനത്തിൻ്റെ അപ്പുറം അവർക്ക് സംതിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ പല തരത്തിൽ ഇപ്പോൾ കുട്ടികൾ ചെയ്യാറുണ്ട്. അവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ, ചെറിയ കുട്ടികൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് റെക്കോർഡിങ് നടത്തുന്നത് എനിക്ക് പരിചയമുള്ള ഒരു ചെക്കനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാടാ നീ എങ്ങനെ അവിടെ എത്തിയത്, അതൊന്നും പറയണ്ട സാർ. അപ്പോൾ ഇങ്ങനെ തലയിൽ ഞാൻ പറയാം, നീ ധൈര്യമായിട്ട് പറഞ്ഞോ എന്താ പ്രശ്നം. അപ്പോൾ അവൻ ജസ്റ്റ് +1 കഴിഞ്ഞപ്പോൾ +2ലേക്കുള്ള ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലാണ്. അപ്പോൾ എന്നെ വിളിച്ചത് ഇവരാണ്. അയ്യ എന്തിനാ വന്ന്, സാർ ഞാൻ വീഡിയോ എഡിറ്റിന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എൻ്റെ കോഴ്സ്, ഞാൻ ചെറിയൊരു കോഴ്സ് പഠിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇവരെന്തെങ്കിലും ക്യാഷ് തരുമോ. അപ്പോൾ പറഞ്ഞു എനിക്കൊരു ദിവസത്തിന് 2500 +1 പഠിക്കുന്ന ഒരു കുട്ടി 2500 രൂപ. അപ്പോൾ ഒരു ദിവസത്തെ ആ റെക്കോർഡിങ്ങും അതിൻ്റെ എഡിറ്റിങ്ങും അവൻ്റെ ഫോണിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കുട്ടികളെ കയ്യിലൊക്കെ നല്ല അടിപൊളി ഫോണുകളുണ്ട്. അത് വെച്ചിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല നല്ല മേഖല. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ
അതും ആത്മവിശ്വാസം കൂടാനുള്ളൊരു കാര്യമാണ്. ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയാനുള്ളത്, ഞാൻ പിന്നെ അറബിക്ക് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് അഫ്സലുലമയൊക്കെ കഴിഞ്ഞിട്ട് ബി എഡിന് വേണ്ടിയിട്ട് കോട്ടയം ജില്ലയിലാണ് പോയത്. അവിടെ കാഞ്ഞിരപ്പള്ളി ബി എഡ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷിലാണ്. അറബിക്ക് മാത്രം ഒരു ദിവസം 2 പീരീഡാണ് അറബിക്ക് ഉണ്ടാവും. ആ അറബിക്ക് മാത്രമേ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ളൂ. ബാക്കിയുള്ള മെയിൻ 4 പേപ്പറുകൾ മുഴുവനും ടീച്ചേഴ്സ് വരുന്നു, സൈക്കോളജി, അതുപോലെ പെഡഗോഗി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത്. ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഇങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ ഇത് ഭയങ്കര സങ്കടം നമുക്ക്. പടച്ചോനത് പൂർത്തീകരിക്കാൻ കഴിയില്ലേ? അങ്ങനെ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന അന്നത്തെ ഞങ്ങളുടെ 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ശ്രീപ്രഭ എന്ന് പറയുന്ന ടീച്ചറും അതുപോലെ ദിവ്യ ടീച്ചർ എന്ന് പറഞ്ഞത്. ഇവർ 2 പേരിൻ്റെ അടുത്ത് ഞങ്ങൾ പോയിട്ട് പറഞ്ഞു. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും. എൻ്റെ അതേ അനുഭവം തന്നെയാണ് അവർക്കുള്ളത്. ഞങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവണില്ല, ബി എഡ് പൂർത്തീകരിക്കാൻ കഴിയും തോന്നുന്നില്ല, എങ്ങനെയാണ് പരീക്ഷ എഴുതുക, പിന്നെ ഇംഗ്ലീഷിലാണല്ലോ എല്ലാവരും ക്ലാസ് എടുക്കുന്നത്, ഇംഗ്ലീഷ് എന്താണെന്ന് പോലും. അപ്പോൾ എൻ്റെ മനസ്സിലാകുന്നുണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് മാത്രമാണ് മനസ്സിലാവാത്തത്, എൻ്റെ കൂട്ടുകാർ 2 പേര് അവർക്ക് മാത്രം മനസ്സിലാവാത്തത്. അല്ല, അന്ന് പിന്നെ ഒരു അധ്യാപകരാവാൻ വേണ്ട ആളുകളാണല്ലോ ഞങ്ങൾ, ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണത്. പക്ഷെ അന്ന് ഒരു ടീച്ചറെക്കാൾ സ്നേഹത്തോട് കൂടിയിട്ടില്ല, ഒരു മാതാക്കൾ കാണുന്ന ആ നിലവാരത്തിൽ സ്വന്തം മക്കളോട് ഉപദേശിക്കുന്ന രൂപത്തിൽ അവർ 2 പേരും പറഞ്ഞു, മക്കൾ നിങ്ങൾ എന്താ വിചാരിച്ചേ, ആ ക്ലാസ് ഇരിക്കണ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുന്ന അതിലൊരു 90% കുട്ടികൾക്കും ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ എടുക്കണം തന്നെ അറിയും. ഫസ്റ്റിൽ തന്നെ നിങ്ങളെ ഒന്ന് ഇതൊക്കെ കേട്ട് പ്രാപ്തരാക്കുക എന്നുള്ളത് വേണ്ടിയിട്ടാണ്. ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ എടുക്കും. ഡോണ്ട് വെറി, നിങ്ങളൊന്ന് ക്ഷമിക്കട്ടോ. ഇനി പിന്നെ അന്ന് ആശ്വാസത്തിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, പരീക്ഷ മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. പക്ഷെ അന്ന് ദിവ്യ ടീച്ചർ, അവരിപ്പോൾ പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അവർ, അവരന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ പറയുന്നു നിങ്ങളാരും മലയാളത്തിൽ പരീക്ഷ എഴുതില്ല, നിങ്ങൾ ഇംഗ്ലീഷിലേ എഴുതുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ എന്നുള്ള രൂപത്തിലായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ആ പറഞ്ഞത് സത്യമായിരുന്നു. ഒരു 2-3 മാസത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടിയിട്ട് മലയാളത്തിലെ ചില സൈക്കോളജിൻ്റെ ടേമും നമുക്ക് ഒട്ടും തിരിയില്ല. അതിൻ്റെ മലയാളം എഴുതുന്നതിനേക്കാൾ ഇംഗ്ലീഷ് പഠിക്കണതാണ് സുഖം അല്ലേ? ടീച്ചർ പറഞ്ഞത് 100% സത്യമായിരുന്നു. ഞങ്ങളെല്ലാവരും പിന്നീട് ലാസ്റ്റ് പരീക്ഷ എഴുതുന്നത് മുഴുവൻ ഇംഗ്ലീഷിലാണ്. ഞാൻ പറഞ്ഞത് ആ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു പരിശ്രമം അന്ന് നടത്തിയതിൻ്റെ പേരിൽ അത് വലിയൊരു ആത്മവിശ്വാസം, ഒന്ന് ടീച്ചേഴ്സ് നൽകിയ ആ ഉപദേശം, അതിലുപരി പഠിക്കണം എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കിട്ടിയപ്പോൾ പഠിക്കാനുള്ളൊരു ആത്മവിശ്വാസം. അപ്പോൾ ആ രൂപത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ, അത് ലാംഗ്വേജുകളാവാം. അതേപോലെ തന്നെ ചെമ്മാട് ഭാഗത്ത് ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ പോരുന്ന സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ കൈ കാണിച്ചു. അപ്പോൾ സാധാരണ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കൈ കാണിച്ചാൽ നിർത്താറൊന്നുമില്ല, കാരണം ഇതെന്താ എങ്ങനെ ഒന്നും അറിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു എന്താ പറയുക, നമുക്കൊരു ചില സമയത്ത് നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ കൈ കാണിച്ചപ്പോൾ ഞാൻ നിർത്തി കയറാൻ പറഞ്ഞ്. അപ്പോൾ എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ അവൻ കുറച്ച് ഇപ്പുറത്താണ് അവൻ്റെ വീട്. എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ അവിടെയുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് വരികയാണ്. അപ്പോൾ എന്താ മോനെ ഈ പഠിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് 9ാം ക്ലാസ്സിലാണ് പഠിക്കണത്. അപ്പോൾ ഏത് സ്കൂളിലാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്കൂളിലല്ല ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അവിടുത്തെ പ്രത്യേകത ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, അതിന് പുറമെ 3 ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്കൂളിൽ ഓൾറെഡി ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഓൾറെഡി ഉണ്ട്, പിന്നെ അറബിക്കാണോ മലയാളം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു അറബിക്കാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഈ 4 ലാംഗ്വേജ് ഓൾറെഡി നമുക്കുണ്ടല്ലോ. അതല്ല, ഞാൻ ഫ്രഞ്ച് പഠിക്കുന്നുണ്ട്, ഫ്രഞ്ച് ഭാഷയും ജർമ്മൻ ഭാഷയും എന്തുണ്ട് കൂടെ പഠിക്കേണ്ടത്. അപ്പോൾ അതിന് വിടുന്ന സമയം, അതിനാണ് ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതെന്നാണ്. നിങ്ങൾ ആലോചിച്ച് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ പഠിക്കുന്ന പാഠ്യവിഷയങ്ങൾക്കപ്പുറം മറ്റു വിദേശ ഭാഷകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംതിങ് പുതിയത്, അതൊരു രൂപത്തിൽ ഇങ്ങനെ പോവുമല്ല. എന്നെക്കൊണ്ട് ഇനി എന്തൊക്കെ പുതിയത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇപ്പോൾ ടെക്നിക്കൽ സ്കില്ലുകളൊക്കെ പഠിക്കുന്നത് ഏറെ ആത്മവിശ്വാസമാണ്. അപ്പം അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും നമ്മുടെ മക്കളെ നമ്മൾ പ്രേരിപ്പിക്കുക. നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരാത്മവിശ്വാസം ഉണ്ടാവുമെന്നുള്ളതാണ് പറയുന്നത്. ഈ കാര്യം സൂചിപ്പിക്കുമ്പോൾ നമുക്കതിലൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, കുട്ടികളുടെ അടുത്ത് പുതിയ പുതിയ ഐഡിയാസുകൾ കണ്ടമാനുണ്ടാവും. അത് രക്ഷിതാക്കൾക്ക് അറിയില്ല. അപ്പോൾ അവർ കൂടെ പഠിക്കുമ്പോഴും ക്ലാസ് റൂമുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള വിവര സാങ്കേതിക വിദ്യയിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലാവും ഇങ്ങനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ 9ാം ക്ലാസ്സുകാരൻ ഫ്രഞ്ച് പഠിക്കാൻ അവനൊരു താല്പര്യം ഉണ്ടായത് അവിടെ പോകാൻ, ജർമ്മൻ പഠിക്കണതിനാണല്ലോ. അപ്പോൾ ഇത് രക്ഷിതാക്കൾക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു പിന്നെ എന്താ പറയുക, കുട്ടികളുടെ ആ സ്കില്ല് അല്ലെങ്കിൽ കുട്ടികളുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമുക്ക് അടുത്തൊരു പോയിന്റിൽ നമ്മൾ വരുന്നത് ഈ ഒരു വിഷയമാണ്. അഥവാ മക്കളിൽ ആത്മവിശ്വാസം വളർത്താൻ അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കുക, അത് കേൾക്കുക. അവിടെ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് നിർദ്ദേശിച്ചു കൊടുക്കുക.
ഭയങ്കര വ്യത്യാസം ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിക്ക്, നമ്മളെ കുട്ടി ചെയ്ത ഒരു കാര്യം അല്ലേ, അവൻ്റെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരത്തിന് ചെയ്ത ഒരു കാര്യത്തിനെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ലെവലാണ് കൂടും അതെ അല്ലേ. അതെ ഒരു അതെ ചെറിയ കുട്ടികളൊക്കെ ആ ഒരു അവരുടെ ശരീരഭാഷയിൽ തന്നെ അവരൊരു അതെ കാണിക്കും എന്നുള്ളതാണ്. ഉം. അത് മുതിർന്ന കുട്ടികളാണെങ്കിലും ഉണ്ടെന്നുള്ളതാണ്. അതെ മക്കളുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മളെ കയ്യിലൊക്കെ ഫോണുണ്ട്. എൻ്റെ ഫോണിൽ ഉള്ള ഫീച്ചേഴ്സുകൾ പകുതിയിലധികവും എനിക്കറിയില്ല. അതെ പക്ഷെ തീർച്ചയായിട്ടും ആർക്കറിയും? കുട്ടികൾക്കറിയാം. നമ്മുടെ മക്കൾക്ക് അതറിയും. മക്കളത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതെ പക്ഷെ ഇന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാഹനങ്ങളെക്കുറിച്ചൊക്കെ, ഇപ്പോൾ റോഡിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യണ സമയത്ത് മോൻ ചില വാഹനങ്ങൾ കണ്ടാൽ അവൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയും. അതെ പക്ഷേ ഇന്ന് ആ വാഹനമല്ലേ, അത് ഇന്ന കമ്പനീൻ്റെ ആണ്, അതിന് എത്ര വില എനിക്കറിയാം. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ എന്താണ്, ഒരു പാട്ട വണ്ടി അല്ലേ, നമ്മളൊരു കൺസെപ്റ്റിൽ അങ്ങനെയാണ്, അതെ അതെ അതിന് ഇത്ര വില ഉണ്ടാവുള്ളൂ. പക്ഷേ പറയും ഇങ്ങനെ എന്താ നിങ്ങൾക്ക് അറിയില്ല, അത് ഇന്ന വണ്ടിയാണ്, ഇന്ന കമ്പനീൻ്റെ ആണ്, അതെ അത് ഇവിടെ ഒന്നുമില്ല, ഇമ്പോർട്ട് ചെയ്ത് അവിടുന്ന് കൊണ്ടുവന്നതാണ്, ആ രാജ്യത്താണ്, അതിന് 1.5 കോടി ഉണ്ട്, 2 കോടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മനസ്സിലൊട്ടും ഉണ്ടാവില്ല. അതെ അപ്പം ഇങ്ങനെയുള്ള വളരെ അടിപൊളി ഐഡിയകൾ ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ടാവും. ലോകത്തിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ മക്കൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇന്ന് പിന്നെ മോള് പറഞ്ഞൊരു സംഭവം, അവളിങ്ങനെ എന്തോ ഒരു ഇത് നോക്കുന്നതിനിടയിൽ പറയാണ്, ഇപ്പം ഹാളുണ്ടിനെ ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹാളുണ്ട് പറഞ്ഞാൽ കളിക്കാരനല്ലേ ചോദിച്ചു. ആ അപ്പം അയാളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈലാണ്. അപ്പം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഫുഡ് ഇന്ത്യയുടെ ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ, അതെ ഏതോ ഒരു ഇതിൽ. ഉം. അപ്പോൾ ഇന്ത്യയുടെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള കോഴിക്കോടുള്ള ഒരു ഹോട്ടലുകാർ എന്ത് ചെയ്തു, അവർ വി ആർ റെഡി ടു സെർവ് യു എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ടാഗ് ചെയ്തുകൊണ്ട് ഇട്ടു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ് എങ്കിൽ അതിന് പ്രതികരിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ത്യയിലേക്ക് വരാമെന്നോ അങ്ങനെ എന്തോ അത് പ്രതികരിച്ചിട്ടുണ്ടോ, നമ്മളാരും ഇത് അറിയണില്ല അല്ലേ. അതെ അതെ ഒരു ഒട്ടും നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ കാര്യത്തിനെ കുറിച്ച്. ഇപ്പോൾ ഈ ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞ ഒരു സന്ദർഭം കൂടിയാണല്ലോ അതെ ഇപ്പോൾ. അതെ ചില രാജ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോഴാണ് കേൾക്കുന്നത് അതെ അല്ലേ. എന്താ കേപ്പ് വെർദെ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ട്, പക്ഷെ നമ്മളാരും എന്തില്ല, നമ്മുടെ ഒരു മനസ്സിലേക്കോ ശ്രദ്ധയിലേക്കോ അതെ അതെ എത്തിയിട്ടില്ല. അതെ അപ്പോൾ അവരുടെ ഗോളിയെക്കുറിച്ച് ഭയങ്കര ചർച്ച നടത്താണ്. അയാൾ കുറച്ച് ഏജ്ഡ് ആയ ആളാണ്, പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സ്കില്ല്. അപ്പോൾ മോൻ പറയണം ആ രാജ്യത്തിൻ്റെ ഓരോ അവസരത്തെക്കുറിച്ചും നമ്മുടെ മക്കൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ആ രാജ്യത്ത് ഇത്രയാണ് പോപ്പുലേഷൻ ഉള്ളത്, പിന്നെ അവിടുത്തെ ആളുകൾ ഇന്നതാണ്, അവിടെ ഇന്ന രൂപത്തിലാണ് അവരുടെ സംസ്കാരം ഉള്ളത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ കണക്കാക്കുന്നതിനേക്കാൾ കൂടുതൽ പലപ്പോഴും ചില വിഷയങ്ങൾ, എല്ലാത്തിലും ഒന്നുമില്ല, ചില വിഷയങ്ങൾ എന്തുണ്ട്, അതെ നമ്മുടെ മക്കൾക്ക് അപ്ഡേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ആ കാര്യം അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ടു ക്രിയേറ്റ് ദ സെൽഫ് കോൺഫിഡൻസ്. നല്ല അതെ ആത്മവിശ്വാസം നമ്മുടെ മക്കളിൽ വളർത്താൻ അതിന് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് വീട്ടിലെ ചർച്ചകൾ അല്ലേ, അതിലവരെ പങ്കാളികളാക്കുക എന്നുള്ളത്. നമുക്ക് അതുകൂടി പറഞ്ഞാൽ ഏകദേശം ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗം പൂർത്തിയാവുമെന്നാണ് അതെ വിചാരിക്കുന്നത്. അതെ ചർച്ചകൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചർച്ചകളാണെങ്കിലും അതിൽ നമ്മുടെ മക്കളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ, മക്കൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആത്മാഭിമാനം വർദ്ധിക്കാൻ അത് വലിയ കാരണമാണെന്നുള്ളതാണ്. ചിലപ്പോൾ തെറ്റായിരിക്കും പറയണത് അല്ലേ, ഒരു അഭിപ്രായം അതെ ചോദിക്കുമ്പോൾ അതെ തെറ്റായിരിക്കാം പറയണത്. ചർച്ച ചെയ്ത് ചിലപ്പോൾ അവരുടെ ഒരു, ഇപ്പോൾ നമ്മളവിടെ തിരുത്തി കൊടുക്കും, മോനെ അതടാ അതിങ്ങനെയാണെങ്കിൽ അതല്ലേ നല്ലത് അല്ലേ, ഒരു അഭിപ്രായം മാനിച്ചു കൊണ്ടുള്ള ഒരു ആ, മറുപടി എന്ത് ചെയ്യണം, നമ്മൾ നിർവഹിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഒരു വാഹനം വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മക്കളോടും ഭാര്യനോടും നമ്മുടെ പാരൻസിനോടൊക്കെ ആ കാര്യത്തിനെ കുറിച്ച് ഒരു വണ്ടി വാങ്ങണമെന്നുണ്ട്, ഏതാ നല്ലത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തീരുമാനിച്ച വണ്ടിനേക്കാൾ ആ റേറ്റിൽ എന്ത് ഉണ്ടാവും, അതിനേക്കാൾ ഫീച്ചേഴ്സുള്ള വാഹനത്തിനെ കുറിച്ച് അതെ നമ്മുടെ മക്കൾക്ക് നിർദ്ദേശിക്കാം. അതെ അതെ ഇപ്പോൾ ഒരു ഫോൺ വാങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്, അപ്പോൾ ഫോൺ പോയിട്ട് വാങ്ങി വരുന്നിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മക്കളെ കാണിക്കേണ്ടത്. അതെ അതെ ഞാനൊരു ഫോൺ വാങ്ങണമെന്നുണ്ട്, എന്താ അഭിപ്രായം എന്ന് ചോദിക്കുക. നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ഫോണാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ മക്കളോട് ആ ശരി എന്നായിക്കോട്ടെ അല്ലേ. ആ മക്കളോട് അത് പറയുന്നതോട് എന്താണ്, എൻ്റെ ഉപ്പ എന്നോടും അഭിപ്രായം ചോദിച്ചല്ലോ, അതെ ആ ഒരു ഇത്. ഇപ്പം അതിനെക്കുറിച്ചുള്ള ചർച്ചയാണെങ്കിൽ ആ ചർച്ചയിൽ എന്നോടും അല്ല എൻ്റെ ഒരു ഭാഗം കേട്ടല്ലോ. ഇനി ആ മക്കളാണ് ഏറ്റവും നല്ല നിർദ്ദേശിക്കണത്, എന്ത് ചെയ്യുക, അവിടെ നമ്മൾ മസിൽ പിടിച്ചങ്ങനെ നിൽക്കാതെ അതെ അവരെ ആ പറഞ്ഞ തീരുമാനങ്ങൾ, അവർ പറഞ്ഞ അഭിപ്രായത്തിന്, അവർ പറഞ്ഞ നിർദ്ദേശത്തിന് നമ്മൾ മാനിക്കുക എന്നുള്ളതാണ്. അതെ അവരെ പറയാനുള്ള അവസരം അതെ, അവർക്ക് കൊടുക്കുക. അവസരം അവർക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ അവരെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവർ ഇതേപോലെ മുതിർന്നാൽ നമ്മളോട് ചോദിക്കാതെ എന്ത് ചെയ്യും, അവർ പലതും ചെയ്യും. അതെ അതെ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട്, മാനസികമായ ഒരു പ്രയാസം നമുക്കുണ്ടാവും അല്ലേ, നമ്മളെ മോൻ നമ്മളോട് ചോദിച്ചില്ല. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ അവരെ പരിഗണിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അതേപോലെ തന്നെ നമ്മൾ വയസ്സാകുമ്പോഴും അവനും ഇതേപോലെ നമുക്ക് ഇന്നേ ചെയ്താലോ എന്നുള്ളൊരു ആ,
പരിഗണന സത്യത്തിൽ മക്കൾ നമുക്കും തരും എന്നുള്ളത് കൂടി അതിൽ കൂട്ടിച്ചേർക്കാനുള്ളതാണ്. ഇതിൽ അവസാനമായിട്ടൊരു പോയിന്റ് നമ്മൾ ഇടയിൽ പറയേണ്ട ഒരു പോയിന്റ് വിട്ടുപോയതെന്ന് വെച്ചാൽ ഒരു ഡിപ്പെൻഡൻസി അല്ലേ, നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഇതുണ്ടല്ലോ, അതെ അത് ഒരു പ്രായം കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മളെ മക്കൾ സ്വയം പര്യാപ്തരാക്കണം എന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം അല്ലേ. എന്നും നമ്മുടെ കാൽച്ചുവട്ടിൽ നമ്മുടെ മക്കൾ ഉണ്ടാവുക, അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് ഉണ്ടാവുക. ഈ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം ചോർത്തുന്ന കാര്യമാണ്, നഷ്ടപ്പെടില്ലേ. അത് പ്രായത്തിനനുസരിച്ച് സ്വാതന്ത്ര്യം ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുത്ത് ഓരോന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലെറ്റ് ദം ഗോ, അവർ പോവട്ടെ അതെ അതെ അല്ലേ. നമ്മൾ അവരോട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു അവരെന്ത് ചെയ്യും, അതെ നമ്മളെ മാനിക്കുകയും നമ്മുടെ അഭിപ്രായങ്ങൾ തേടുകയൊക്കെ ചെയ്യും അതെ അല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയാണോ അവരോട് കൈകാര്യം ചെയ്യുക അതേപോലെ തിരിച്ച് വൈകുന്ന എന്താ പറയുക, അവർ എത്തുന്ന സമയത്ത് വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ നമ്മളോട് തിരിച്ച് പെരുമാറാം. അപ്പം അവിടെ ഒരു ഡിപ്പെൻഡൻസി ഒരു പ്രായം വരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായൊരു സ്വാതന്ത്ര്യവും ലോകവും ഒക്കെ നമ്മൾ വിട്ടുകൊടുക്കണം. അവിടെ ഇടപെടേണ്ട മേഖലയിൽ നമ്മൾ ഇടപെടുക എന്നല്ലാതെ എല്ലാത്തിലും കയറി അഭിപ്രായം പറഞ്ഞ് നമ്മുടെ ഒരു വാശിയും കാർക്കശ്യവും കാണിച്ചുകൊണ്ട് അവരുടെ ഒരു മേഖലയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും തല്ലിക്കെടുത്തരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒരു ആത്മവിശ്വാസം കൈവരുത്താൻ സാധിക്കുമെന്നാണ്. ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ 1-2 ദിവസങ്ങൾ കൊണ്ടോ 1-2 ആഴ്ചകൾ കൊണ്ടോ അല്ല, ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ഓരോ ഘട്ടങ്ങളെയും പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അവിടെ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ആ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട്, വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി, സന്തോഷാവസരത്തിൽ ആ സന്തോഷത്തിനുള്ള അവസരം എന്താണെന്ന് മനസ്സിലാക്കി, ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ സങ്കടം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കി, ഒക്കെ ഇങ്ങനെ തിരിച്ചറിഞ്ഞും കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കി തിരുത്തേണ്ടത് തിരുത്തി നല്ലത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആത്മവിശ്വാസം ഉണ്ടാവുക. ആ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോഴാണ് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. എല്ലാവർക്കും വിജയം നേടാൻ ആത്മവിശ്വാസമുള്ളവരാവാൻ സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആത്മവിശ്വാസമുള്ള നല്ലൊരു ഭാവി ഉണ്ടാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.